ബീഫ് 1 കിലോ ബീഫുണ്ട്. അത് വയ്ക്കാം നമുക്ക്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഒരു വെറൈറ്റി ബീഫ് വരെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ 2 ചെറിയ സബോളയുണ്ട്, ഒരു 10-20 ഉള്ളി, ചുവന്നുള്ളി ഉണ്ട്, ഒരു കുടം വെളുത്തുള്ളി, 4 പച്ചമുളക് കീറിയത്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് 2 തക്കാളി, മല്ലിയില, നാളികേരക്കൊത്ത്, പിന്നെ വേപ്പില. ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. ഞാൻ ഓരോന്ന് ഇടുമ്പോഴും പറയാം. പിന്നെ പൊടികളാണ്. പൊടികളെന്ന് പറഞ്ഞാൽ ഇതിൽ ആദ്യം ഞാൻ ഇറച്ചി വേവിക്കാനിടുന്നത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും സാധാ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/2 സ്പൂണ് ഗരം മസാല, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇതിപ്പോൾ ഇറച്ചി വേവിച്ചെടുക്കാം. ഞാൻ ഉപ്പ് കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട കാരണം കൊണ്ട് സബോള വേഗമായിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാരണ വെക്കുമ്പോൾ സബോള, പച്ചമുളക്, വേപ്പില എല്ലാം ഇട്ടിട്ട് നമ്മൾ വേവിക്കുകയും ചെയ്യാം. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നത് വഴറ്റിയിട്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ വഴഞ്ഞ് വരട്ടെ. ഞാൻ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം സബോള ഒരുവിധം വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളി ഇടാം. ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇടാം. ഇത് രണ്ടും നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ പോയിട്ട് അതൊന്ന് വെന്ത പോലെയാവും. നന്നായി ആയി വരട്ടെ. ഇങ്ങനെ ആക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുണ്ടാക്കി നോക്കാം. ഇപ്പം നമ്മൾ ഒന്ന് വഴറ്റണം എന്ന് മാത്രമല്ല, എക്സ്ട്രാ പണിയുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. അതിലിത്തിരി സബോള കൂടുതലുണ്ട്. മറ്റേ നമ്മൾ ചുവന്നുള്ളി ടേസ്റ്റിന് വേണ്ടി കൂടുതലിടും, സബോള കുറച്ചിടും. ഇതിപ്പോൾ രണ്ടും ഏകദേശം അത്യാവശ്യമുണ്ട്. ഇതിലൊക്കെ കിടന്ന ഉള്ളിയൊക്കെ വഴന്ന് വരുന്നതിൻ്റെ വേവുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇത് നോക്കാം. അത് വഴന്ന് വരട്ടെ. ഇതിൽ സബോളയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയിടാം. അതിൻ്റെ പച്ചമുളക് പോലെ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യാനുള്ളത് തക്കാളി ഇടാം. തക്കാളി ഇതേപോലെ ഉടഞ്ഞു പോലെയാണ്, അതിൽ ലൈറ്റ് ഇറങ്ങി നമുക്ക് വേണമെങ്കിൽ മൂടിയിട്ട് വേവിച്ചാൽ അത് വേഗമായിരുന്നു. അപ്പം ഇതിലെല്ലാം ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല രസമാണ്. ഇതൊക്കെ വേവിക്കുമ്പോൾ അത് മൂടിയിട്ട് വേവിക്കും. തക്കാളി വഴന്നു വന്നിട്ട് മൂടിയിട്ട് വേവിച്ചാൽ വേഗമാവും. ഒരു സെക്കൻഡ് 2 സെക്കൻഡ് വേണ്ട. അപ്പോൾ വേഗം അതിൽ ലയിച്ചില്ല. നമ്മളിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ എല്ലാതും കൂടി ഒന്ന് കൂട്ടി വേവിച്ച് വെക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇടാൻ തുടങ്ങി. ഇപ്പം ഞാനിതിൽ നേരത്തെ പറഞ്ഞില്ലേ ആ മുളക് പൊടിയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. അപ്പോൾ പകുതി ഞാൻ എടുത്തിട്ടുള്ള കാരണം ഇനി നമ്മൾ ഇതിൽ ചേർക്കും. ഇതിപ്പോൾ ഞാൻ വേവിക്കാൻ വേണ്ടിയുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ പച്ചമുളക് മാറി നമുക്കിത് കുക്കറിൽ ഇറച്ചിയുടെ കൂടി ഇട്ടിട്ട് ബീഫിൻ്റെ കൂടി ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അതിൻ്റെ പച്ചമുളക് പോയിട്ടുണ്ട്. നമുക്കത് ഇറച്ചിയിലേക്കിടാം. കുക്കറിലിട്ട് വേവിക്കുന്നവരുണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ അപ്പോൾ എനിക്ക് ചെറിയ കുക്കറാണ്. അതിൽ ചെയ്യുമ്പോൾ അത്ര എളുപ്പമായിട്ട് തോന്നില്ല. നമ്മളിതിലേക്ക് എല്ലാ മുളകും ചേർത്തിട്ടുണ്ട്, ആ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ടുണ്ട്. കൂടാതെ വേപ്പിലയും ചേർത്തു. ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ മൂടി വെച്ച് 5 വിസിലടിക്കുന്ന വരെ വയ്ക്കുക. ഓരോ കുക്കറിൽ വ്യത്യാസം കിട്ടാൻ നോക്കിയോളൂ. നമ്മൾ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പം ഞാൻ ഇപ്പം ഇറച്ചി ഞാൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു താളിപ്പ് ശരിയാക്കാം. ഒരു ലേശം കടുക്, ചിലർ കടുക് ഇടില്ല, പിന്നെ ഒരു പ്രത്യേക രുചിയില്ല. വെള്ളമിട്ടാണ് കടുകിടാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. തൃശ്ശൂർക്കാർ പൊതുവെ ഇറച്ചിയിലേക്ക് മീനിലേക്കൊന്നും കടുകിടാറില്ല. ഇതൊക്കെ ഇട്ട് തുടങ്ങി നമ്മൾ. പൊട്ടാറായിട്ട് പൊട്ടിത്തുടങ്ങും. അപ്പോൾ ഞാൻ സബോള ഇടാണ്. സവോള നന്നായി വഴന്ന് വരട്ടെ.
അതിലേക്ക് ഉപ്പ് ചേർക്കാൻ നമുക്ക് പറ്റില്ല, കാരണം അതിൽ മറ്റേ സവോളയിൽ നമ്മൾ ഉപ്പിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് നമുക്കിനി ഉപ്പ് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഒന്നും ചേർക്കണ്ട, നന്നായി വഴഞ്ഞ് ചേർക്കാം. അപ്പോൾ അതിൻ്റെ പോലെ പെട്ടെന്നായി വരില്ല. നോക്കണ്ട, ചെറുതായിട്ടൊന്ന് വന്ന് വന്നിട്ടുണ്ട് സവോള. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നാളികേരം കൊത്തില്ല, അതിൽ പാകമായി വരണം. വഴഞ്ഞു ഇളക്കി കൊടുത്ത് നന്നായി ഒരു മൊരിച്ചെടുക്കണം. നാളികേരക്കൊത്ത് ആദ്യത്തെ മതി, പക്ഷെ അത് വല്ലാണ്ട് കരിഞ്ഞു പോകും. കുറച്ച് ഇതായാൽ മതി, കടിച്ചിട്ടില്ലല്ലോ. ഒരുവിധം നന്നായി മുരിഞ്ഞു വന്നു സവോളയൊക്കെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 4-10 മുരിണ്ടായിരുന്നു. നമുക്ക് ഇതിലേക്ക് പൊടികളിടാം. പൊടികളെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ചേർത്താണ്. അപ്പോൾ മുളക്, കൊത്തുമുളകാണ് ഞാൻ ചേർത്തത്. പിന്നെ കുരുമുളകിൻ്റെ പൊടി ഒരു അര സ്പൂണ് ഗരം മസാല, മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ചെറുത് മല്ലിപ്പൊടി, ഇതാണ് ഇട്ടത്. പിന്നെ ഇതിൻ്റെ പ്രത്യേക കൊത്തുമുളകൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതേപോലെ വഴറ്റി ചെയ്യുന്നുണ്ട്, അത് നേരിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു ചെറിയ നുള്ള് കായ ഇതിലിടും. ഒരു നുള്ളു കായ, അതിന് നുള്ളിടാൻ പാടില്ല, കായ കുത്തി വരും. ഇതൊക്കെ ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് ആവശ്യത്തിന് മല്ലിയില, പിന്നെ തീയൊന്നും കത്തിക്കരുത്, നമ്മൾ അതൊക്കെ ഓഫാക്കിയിടണം. ഇതിങ്ങനെ ആവട്ടെ. അപ്പം ഇങ്ങനെ നമ്മുടെ കുക്കറൊന്ന് ചൂടായി രണ്ടാമത്തിലാവും. അതിൻ്റെ എയറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കെടുത്തിട്ട് ഇതിട്ടിട്ട് തീ വറ്റിച്ചെടുക്കണം. ഇത്രയുള്ള കറി. ഇതാണ് നമ്മുടെ വെറൈറ്റി ബീഫ് കറി. നല്ല ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ്. ഞാൻ അത്ര പറയാറില്ല, ഞാൻ പറയാണ് അത്ര ടേസ്റ്റാണ്. ഞാൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഒരു കതിര് വേപ്പില ഞാൻ ലാസ്റ്റ് ഇടുന്നു. നല്ല ടേസ്റ്റ്. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഞാൻ ഇന്നിങ്ങനെ എൻ്റെ കറികളിടും. അത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കാണുക. വല്ലവർക്കും ചെറിയ പിള്ളേർ ഇപ്പോൾ പഠിച്ചു വരുന്നവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും നോക്കി കാണുമ്പോൾ നല്ലതാണ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പം ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നാളെ കാണാം.